വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ അഗ്നിശമന സേന കാര്യാലയത്തിന്റെ നിലവിലെ കെട്ടിടം തങ്ങൾക്ക് തിരികെ തരണമെന്നാവശ്യപ്പെട്ട് നഗരസഭ. വെളിയംതോട് മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിൽ RTO ഓഫീസിനായി നിർമ്മിച്ച് നിലവിൽ പൂട്ടിക്കിടക്കുന്ന കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം ചെയർപേഴ്സൺ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയിരുന്നു. നഗരസഭയിൽ വാർഷിക പദ്ധതി രേഖ തയ്യാറാക്കിയത് നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്ന് CPM. ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് CPM പ്രവർത്തകർ സെക്രട്ടറിക്ക് നിവേദനം നൽകി. ബൈക്കും സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച അപകടം, 3 പേർക്ക് പരിക്കേറ്റു. നിലമ്പൂർ കനോലി പ്ലോട്ടിന് സമീപമാണ് സംഭവം. വടപുറം താളിപ്പോയിൽ പുതുതായി നിർമ്മാണത്തിലിരിക്കുന്ന പെട്രോൾ പമ്പിന് സമീപം ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളി. ദുർഗന്ധം വമിക്കുന്ന മലിനജലം ഉൾപ്പെടെയുള്ള മാലിന്യമാണ് തള്ളിയത്. സമകാലിക ലോകത്ത് യുദ്ധം സൃഷ്ടിച്ച മുറിവുകളെക്കുറിച്ചും സമാധാനം പുലരേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചും ചിത്രങ്ങളിലൂടെ സംവദിച്ച് ലോക ജനതയ്ക്ക് പുതിയ സന്ദേശം നൽകുകയാണ് PV's മോഡൽ സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. നിലമ്പൂർ അഗ്നിശമന സേന കാര്യാലയത്തിന്റെ നിലവിലെ കെട്ടിടം തങ്ങൾക്ക് തിരികെ തരണമെന്നാവശ്യപ്പെട്ട് നഗരസഭ. നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ വെളിയംതോട് മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിൽ RTO ഓഫീസിനായി നിർമ്മിച്ച് നിലവിൽ പൂട്ടിക്കിടക്കുന്ന കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം ചെയർപേഴ്സൺ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയിരുന്നു. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടി നിലമ്പൂർ അഗ്നിശമന സേന കാര്യാലയം. സ്വന്തമായി സ്ഥലമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നഗരസഭാ വളപ്പിലെ കെട്ടിടത്തിലാണ് നിരവധി പരിമിതികൾക്കുള്ളിൽ കാര്യാലയം നിലവിൽ പ്രവർത്തിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ കേന്ദ്രം തുടങ്ങുന്നതിന് കെട്ടിടം ആവശ്യമുണ്ടെന്നാണ് നഗരസഭ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനായി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ തഹസിൽദാർ, ജോയിന്റ് RTO, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ എന്നിവരുടെ സംയുക്ത യോഗം ചേർന്ന് സാധ്യത വിലയിരുത്തുകയും ചെയ്തു. എന്നാൽ മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലെ കെട്ടിടം RTO ഓഫീസ് തന്നെയാക്കുവാൻ നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും ഇത് കൈമാറാനാകില്ലെന്നുമാണ് യോഗത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചത്. അതോടെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ മാറ്റി സ്ഥാപിക്കുന്നത് വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിലവിലെ സ്ഥലം നഗരസഭാ കാര്യാലയത്തിലായതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ വാഹനം പുറത്തിറക്കുവാനും മറ്റും തടസ്സങ്ങളുണ്ടാകുന്നുണ്ട്. തടസ്സം മുൻകൂട്ടി കണ്ട് പലപ്പോഴും അത്യാവശ്യ വാഹനങ്ങൾ പുറത്ത് റോഡരികിലിടേണ്ട സാഹചര്യവും ഉണ്ടാകാറുണ്ട്. 7ഓളം വാഹനങ്ങളും 20ലേറെ ജീവനക്കാരും ഒരേ സമയം ഇവിടെ ഉണ്ടാവാറുണ്ട്. ഓഫീസും ജീവനക്കാരുടെ താമസ സ്ഥലവും എല്ലാം ചെറിയ ഹാളുകളിലായാണ് നിലവിലുള്ളത്. പുതിയ ട്രഷറി കെട്ടിടം നിർമ്മിച്ച സ്ഥലത്തിനോട് ചേർന്ന് ജലസേചന വകുപ്പിന്റെ സ്ഥലത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനായി സ്ഥലം കണ്ടെത്തിയിരുന്നു. ഇത് കൈമാറുന്നതിനുള്ള നടപടികളും മന്ദഗതിയിലാണ്. നഗരസഭയിൽ വാർഷിക പദ്ധതി രേഖ തയ്യാറാക്കിയത് നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്ന് CPM. ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് CPM പ്രവർത്തകർ സെക്രട്ടറിക്ക് നിവേദനം നൽകി. 2026-27 പദ്ധതി രേഖ തയ്യാറാക്കിയപ്പോൾ ഗ്രാമസഭകളിൽ ഭൂരിപക്ഷമില്ലാതെയും അതേമാതിരി പട്ടികവർഗ വിഭാഗങ്ങളുടെ പദ്ധതി തയ്യാറാക്കിയപ്പോൾ അവരുടെ ഊരുകൂട്ടം ചേരാതെയുമാണ് പദ്ധതി രേഖകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നിലമ്പൂരിലെ അവരുടെ യോഗങ്ങളിൽ കൗൺസിലർമാർ നിരന്തരമായി ആവശ്യപ്പെട്ടതായിരുന്നു. പക്ഷേ ചട്ടവിരുദ്ധമായ പ്രവർത്തനത്തിന് സെക്രട്ടറി അടക്കം കൂട്ടുനിന്നുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് എന്നാണ് CPMന് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയെ വന്ന് കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും സെക്രട്ടറിക്ക് അതിന് പറ്റുന്ന മെമ്മറാണ്ടം കൊടുക്കാനുമാണ് CPIM ഇന്ന് ഇതിൻ്റെ സെക്രട്ടറിയെ നേരിട്ട് കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അദ്ദേഹം തീരുമാനം അംഗീകരിച്ചിട്ടുണ്ട്. ചട്ടവിരുദ്ധമായ ഒരു സർക്കാരിൻ്റെ അംഗീകാരത്തോടു കൂടിയല്ലാതെ ചട്ടവിരുദ്ധമായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ല, അതിന് നിൽക്കില്ല എന്നാണ് സെക്രട്ടറി ഉറപ്പ് തന്നിട്ടുള്ളത്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഗ്രാമസഭകളിൽ ഭൂരിപക്ഷമില്ലാതെയും ഊരുകൂട്ടം ചേരാതെയുമാണ് പദ്ധതി രേഖ തയ്യാറാക്കിയതെന്ന് നേതാക്കൾ പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി ഇതിന് കൂട്ടുനിൽക്കുന്നുവെന്ന് ഇവർ ആരോപിച്ചു. ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കുമെന്ന ഉറപ്പ് നഗരസഭാ സെക്രട്ടറി നൽകുകയും ചെയ്തു. തീർച്ചയായിട്ടും സർക്കാരിന്റെ നിർദ്ദേശ മാർഗരേഖ പ്രകാരം പദ്ധതി മാർഗരേഖ പ്രകാരം അല്ലാതെ പദ്ധതി എന്തായാലും രൂപീകരിക്കാൻ
ഭരണസമിതിക്കെന്നല്ല ആർക്കും സെക്രട്ടറി എന്ന നിലയിൽ ഔദ്യോഗികമായിട്ട് എനിക്ക് നിൽക്കാൻ കഴിയില്ല. എന്തു വന്നാലും ശരി, ഉണ്ടായ പോരായ്മ ഏതാണെന്ന് വെച്ചാൽ പരിശോധിച്ച് അത് ആ പോരായ്മ പരിഹരിച്ച് മാത്രമേ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ. സർക്കാരിൻ്റെ എല്ലാ നിയമങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ച് തന്നെ അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഇന്നിപ്പോൾ കൗൺസിൽ അടിയന്തരമായിട്ട് കൂടുകയും ചെയ്തത്. ടി ഹരിദാസൻ, വി സി ശ്രീധരൻ, ബാബുമോൻ ജോസ്, പടവെട്ടി ബാലകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നഗരസഭാ കാര്യാലയത്തിലെത്തി സെക്രട്ടറിക്ക് നിവേദനം നൽകിയത്. ബൈക്കും സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം, 3 പേർക്ക് പരിക്കേറ്റു. നിലമ്പൂർ കനോലി പ്ലോട്ടിന് സമീപമാണ് സംഭവം. ബൈക്ക് യാത്രക്കാരനായ മമ്പാട് പനയംകുന്ന് കാഞ്ഞിരാല റോഷൻ, സ്കൂട്ടർ യാത്രക്കാരായ എരുമമുണ്ട സ്വദേശി വടക്കേക്കര പുത്തൻ വീട്ടിൽ ജോണി, ഭാര്യ ബിൻസി എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ റോഷന്റെ ഇടത് കാൽപാദം അറ്റുപോയി. വടപ്പുറം ഭാഗത്തു നിന്നും നിലമ്പൂരിലേക്ക് വരികയായിരുന്നു വാഹനങ്ങൾ. ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടർ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ പിന്നാലെ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാരനായ റോഷൻ തൊട്ടടുത്തെത്തിയ ലോറിക്കടിയിലേക്ക് തെറിച്ചു വീണു. നിയന്ത്രണം വിട്ട ലോറി വനം വകുപ്പിന്റെ മതിൽ തകർത്താണ് നിന്നത്. ലോറിക്കടിയിൽ കുടുങ്ങിയ റോഷനെ ഏറെ പരിശ്രമിച്ചാണ് പുറത്തെടുത്തത്. ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരം ആയതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അറ്റുപോയ കാൽപാദം ഐസ് ബോക്സിലാക്കിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പരിക്കേറ്റ ജോണിക്കും ബെൻസിക്കും കൈകാലുകൾക്ക് സാരമായ പരിക്കുണ്ട്. നിലമ്പൂർ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വടപുറം താളിപ്പൊയിൽ പുതുതായി നിർമ്മാണത്തിലിരിക്കുന്ന പെട്രോൾ പമ്പിന് സമീപം ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളി. ദുർഗന്ധം വമിക്കുന്ന മലിനജലം ഉൾപ്പെടെയുള്ള മാലിന്യമാണ് തള്ളിയത്. വാർഡ് മെമ്പർ പി കെ നബീലിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി ഷമീർ സ്ഥലം സന്ദർശിച്ച് പ്രദേശം അണുവിമുക്തമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനു മുമ്പും ഇതേ സ്ഥലത്ത് കക്കൂസ് മാലിന്യം തള്ളിയിരുന്നതായി പരിസരവാസികൾ പറഞ്ഞു. നിയമലംഘകരെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമകാലിക ലോകത്ത് യുദ്ധം സൃഷ്ടിച്ച മുറിവുകളെക്കുറിച്ചും സമാധാനം പുലരേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചും ചിത്രങ്ങളിലൂടെ സംവദിച്ച് ലോക ജനതയ്ക്ക് പുതിയ സന്ദേശം നൽകുകയാണ് പി.വി.സ് മോഡൽ സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. തത്സമയം ചിത്രം വരച്ചുകൊണ്ടാണ് പി.വി.സ് മോഡൽ സ്കൂൾ വിദ്യാർത്ഥികൾ പുതുചരിത്രം രചിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും സ്കൂൾ മാനേജറുമായ പി.വി. അലി മുബാറക് യുദ്ധവിരുദ്ധ ചിത്രം വരച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുദ്ധം കൊണ്ട് കെടുതി അനുഭവിക്കുന്നവരെ ഈ പുണ്യമാസത്തിലെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുവാൻ അദ്ദേഹം കുട്ടികളോട് ആവശ്യപ്പെട്ടു. അമേരിക്ക, ഇസ്രായേൽ, നമ്മൾ പറയുന്നു, പിന്നെ ഇറാൻ, ഈ ഒരൊറ്റ ഇത് ഇറാനും വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് എഫക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പറ്റേത് ഫെയർ നോട്ട് പോവാ, നമ്മുടെ സ്കൂളിൽ പറ്റേത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞങ്ങളിതിൻ്റെ റമദാൻ മാസം നടന്ന പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഉത്തരം കിട്ടുന്ന മാസമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന് മാക്സിമം ട്രൈ ചെയ്യുക ഈ ഒരു ഇതിൽ. കാരണം ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മാക്സ് അതിൻ്റെ ഫസ്റ്റ് എഫക്റ്റ് നമ്മുടെ കേരളയിൽ. സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ പി.വി. സിന്ധു സ്വാഗതം പറഞ്ഞു. യുദ്ധവാർത്തയെ അടിസ്ഥാനമാക്കിയുള്ള പത്രത്താളുകൾ കൊണ്ട് ചിത്രകലാധ്യാപകനായ ബാബു ഒനിയിൽ നിർമ്മിച്ച മെഗാ കൊളാഷ് ശ്രദ്ധേയമായി. സ്കൂളിലെ 300ഓളം വിദ്യാർത്ഥികളാണ് തത്സമയ ചിത്രം വരച്ചുകൊണ്ട് യുദ്ധവിരുദ്ധ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തത്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ചിത്രപ്രതിഭകളെയും പ്രിൻസിപ്പൽ ബിജു ജോസഫ് അഭിനന്ദിച്ചു. മമ്പാട് ഇപ്പൂട്ടിങ്ങൽ വാർഡിലെ കുന്നുമലങ്ങാടി അശോക റോഡിലെ കിണർ വൃത്തിയാക്കി. 20ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന കിണറാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം വൃത്തിയാക്കിയത്. ഒരാഴ്ച മുൻപ് വെള്ളം ദുർഗന്ധം അനുഭവപ്പെട്ട് പമ്പിംഗ് നിർത്തിവെച്ച് പ്രദേശവാസികളാകെ പ്രയാസത്തിലായിരുന്നു. കിണർ പരിശോധിച്ചപ്പോൾ ചളിയും ചപ്പുചവറുകളും നിറഞ്ഞ് വെള്ളം വൃത്തിഹീനമായിരുന്നു. അന്തരിച്ച MI ഷാനവാസ് വയനാട് MP ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഫണ്ടിൽ തുടങ്ങിയ പദ്ധതിയാണിത്. അതിനുശേഷം പ്രളയങ്ങൾ വന്നു, കോവിഡ് വന്നു. ആ സമയത്തൊക്കെ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം കളയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത്തവണ മെമ്പറുടെയും ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ കിണർ വൃത്തിയാക്കി. കിണറിന്റെ മുകൾ ഭാഗം സംരക്ഷണ വല കെട്ടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.